ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് മുണ്ടൂർ ചുങ്കൻ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്ന് നോക്കുമ്പോൾ വെറും 100-150 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇതിൽ മെയിൻ വലിയ ഗേറ്റ് വന്നിട്ട് നോർത്ത് ഫേസ് ചെയ്തിട്ടും ഈ ചെറിയ ഗേറ്റ് വന്നിട്ട് വെസ്റ്റ് ഫേസ് ചെയ്തിട്ടും ഉള്ളത്. അതേപോലെ തന്നെയാണ് ഡോറും നമുക്ക് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത്. ഇതാണ് ടോട്ടൽ. ഒരു 1-2 കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. കാർ പോർച്ച് ചെയ്തിരിക്കുന്നത് ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇറക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു 6.20 സെൻറ്റ് സ്ഥലം, 1700 സ്ക്വയർ ഫീറ്റിൽ വീട്, 3 ബെഡ്റൂം, 3ഉം അറ്റാച്ച്ഡാണ്. 3 ഫേസ് കണക്ഷൻ ഉണ്ട്. വെള്ളത്തിൻ്റെ സോഴ്സ് ബോർവെല്ലാണ്. ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. കണ്ടില്ല, ബാക്ക് സൈഡിലൊക്കെ അത്യാവശ്യം സ്പേസ്, പാകത്തിനുള്ള സ്പേസ് ഉണ്ട്. ചുറ്റും കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം മാത്രം ഫ്രണ്ടിൽ മണ്ണ് വിട്ടിട്ട് കുറച്ച് ഗാർഡനും കാര്യമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ചുറ്റുവട്ടം നമുക്ക് കോമ്പൗണ്ട് വാളുണ്ട്. ഇപ്പം നമ്മൾ ചുറ്റും നടന്ന ചുറ്റുവട്ടം നമ്മൾ കണ്ടു. ഇത് കിച്ചണിൻ്റെ വർക്ക് ഏരിയൻ്റെ ബാക്കിലോട്ടുള്ള ഡോറാണ്. ഇവിടെ നമുക്ക് കുറച്ച് മണ്ണ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ്. ഇവിടെ നമുക്ക് ഈ പ്ലോട്ടിനോട് ചേർന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ സ്ഥലം കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഓണറിൻ്റെ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ സ്ഥലം നമുക്ക് ഇതിലൂടെ ചേർന്ന് എടുക്കുകയും ചെയ്യാം. ഇവിടെയാണ് ബോർവെല്ലുള്ളത്. ഇവിടെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള സ്പേസാണ്. ഇവിടെ ചെറിയൊരു ഗാർഡനിങ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോ ഒക്കെ അത്യാവശ്യം മോഡൽ സ്റ്റൈലിലാണ് കേട്ടോ. ഒരു 3 സ്റ്റൈലിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. UPVCയുടെ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മൾ ചുറ്റുവട്ടം നമ്മൾ വീട് കണ്ടു. കയറുമ്പോൾ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. നല്ല തേക്കിൻ്റെ ഫ്രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഡോറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. സീലിങ്സും കാര്യങ്ങളൊക്കെ ലൈറ്റും LEDസും കാര്യങ്ങളൊക്കെ കൊടുത്ത്, ഫാൾ സീലിംഗൊക്കെ കൊടുത്ത്, ജനലൊക്കെ ഒരു പുതിയ മോഡൽ സ്റ്റൈലിൽ C ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ TV റാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ ഭാഗത്തും ഇപ്പോൾ എള്ളിലോട്ട് ഹാളിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന ഏരിയ അവിടെയൊക്കെ LED കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള വെട്ടുവേഡ് ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ കാര്യം നോക്കുമ്പോൾ വുഡൺ സ്റ്റെയർ കേസിൻ്റെ ഫുട് റെസ്റ്റ് എല്ലാം വുഡണിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇരുമ്പിൻ്റെ കാസ്റ്റ് അയൺസിലാണ് ബാക്കി വർക്കും കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരികയാണ്. അവിടെ നമുക്ക് അറ്റാച്ച് ആയിട്ടുള്ളത് നമ്മൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന ഫസ്റ്റ് ബാത്റൂമിലേക്ക് പിന്നെ ഉള്ളിലായിരിക്കും ബെഡ്റൂം കാണുക. അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രി ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് വാഷ്റൂം കൊടുത്ത് നല്ല സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം, 10x11, 10x12 ലെവലിലേക്കുള്ള ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 10x11 ബെഡ്റൂമാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്. നല്ല വെളിച്ചം കയറാനുള്ള രീതിയിൽ ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ജനലുകളും UPVCയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയയാണ്. നല്ല മനോഹരമായിട്ട് സീലിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ വരുമ്പോൾ നമുക്കിവിടെ കിച്ചൺ ഏരിയ കാണാം. ഒരു C ടൈപ്പിലാണ് റാക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ടാണ്. മേലെ ചെറിയ രീതിയിലുള്ള റാക്കുകളും കാര്യങ്ങളൊക്കെ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും ഏകദേശം ഒരു 10x11 ലെവലിലുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ മേലെ ഫാൾ സീലിംഗ് ഒക്കെ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫാനൊക്കെ ഓൾറെഡി ഫിറ്റഡ് ആണ്. ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഫിറ്റഡ് ആണ്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂമാണ്. എല്ലാത്തിലും ടൈൽസൊക്കെ വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. താഴെ നല്ല ഡാർക്ക് കളറിലും മേലെ കുറച്ച് ലൈറ്റ് കളറിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഫാൾ സീലിംഗ്, ഓരോ റൂമിനും ഓരോ ഡിസൈനായിട്ട് ഫാൾ സീലിംഗ് കൊടുത്തിട്ട് ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ വരുമ്പോൾ ഡൈനിങ് സ്പേസ് നമുക്ക് നേരെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ. അപ്പോൾ അതിൽ L ഷേപ്പിലുള്ള കബോർഡാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിനോട് ചേർന്ന് നമുക്ക് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലും അതേപോലെ ഒരു L ഷേപ്പ് കബോർഡ് ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെമി ഫർണിഷ്ഡ് ആയിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെളിയിൽ പോകാനുള്ള ഡോർ വന്നിട്ട് ഇരുമ്പിൻ്റെ ഡോറാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറുകൾ തന്നെയാണ് കേട്ടോ എല്ലാം കൊടുത്തിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ബാക്ക് സൈഡിലുള്ള സ്പേസ് നമ്മൾ ഫസ്റ്റ് നടന്ന് കാണാം. ഇവിടെ നമ്മൾ വർക്ക് ഏരിയ സ്പേസിൽ എല്ലാത്തിലും ഡോറുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇവിടെ നമുക്ക് മോട്ടറിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഡോറാണ് കിച്ചണും വർക്ക് ഏരിയയും തമ്മിൽ ഡിഫറൻസ്. ഗ്ലാസും വുഡും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ നല്ല വാൾ സീലിങ്ങും അതുപോലെ ലൈറ്റ് കിട്ടാൻ നല്ല ജനലും കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കബോർഡ് ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റെയർ കേസിൽ ഇരുമ്പിൻ്റെയും അതുപോലെ തന്നെ മരത്തിൻ്റെ സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം വുഡിൻ്റെ സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. അതേപോലെ തന്നെ ഇവിടെ കയറുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ കയറുമ്പോൾ ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൂടി വരുന്നുണ്ട്. ഇവിടെയും കയറിയ വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് വാഷ്റൂം വരുന്നത്. പക്ഷേ ഇവിടുത്തെ ബെഡ്റൂം താഴെയുള്ളതിനെക്കാട്ടിയും കുറച്ചും കൂടി വലുപ്പമുണ്ട്. ഇത് ഏകദേശം ഒരു 16ക്ക് 11 എന്നുള്ള ലെവലിലേക്ക് വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇത് വരുന്നത്. ഇവിടെയും വാഷ്റൂം അതേ ഒരു കോമ്പിനേഷനിൽ വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ല വെളിച്ചത്തിന് അത്യാവശ്യം ജനലുകളും അതുപോലെ തന്നെ ഫാൾ സീലിംഗ് കൊടുത്തിട്ട് റൂമുകളൊക്കെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസ് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ നേരെ നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് നമുക്ക് കയറാം. ഇതാണ് ഓപ്പൺ ടെറസ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള നല്ല വിശാലമായിട്ടുള്ള ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. അത് മനോഹരമായിട്ടുള്ള എലിവേഷൻ കിട്ടുന്നതിന് വേണ്ടി നല്ല വീതിയിലായിട്ട് നമുക്ക് വലുപ്പത്തിലാണ് വീട് കാണുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നല്ല വീതിയിൽ. ഇവിടെ മേലെ കൊടുത്തിരിക്കുന്ന ഒരു ഷീറ്റാണ് കേട്ടോ ശരിക്കും. അത് നമുക്ക് മേലെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് കാർ പോർട്സിൻ്റെ മൊത്തം ഷീറ്റുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് നേരെ ആ കാണുന്നതാണ് നമുക്കിതിൻ്റെ ശരിക്ക് അവിടം വരെ റോഡുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവരിപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് സ്ഥലം വേണമെങ്കിൽ ആദ്യമേ പറഞ്ഞ പോലെ സ്ഥലം വേണമെങ്കിൽ ഇവിടെ നമുക്ക് സ്ഥലം എടുക്കാം. ഫ്രണ്ടിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അവരിപ്പോൾ ചോദിക്കുന്നത് 2.5 ലക്ഷം രൂപയാണ് സെൻറ്റിന്. അത് നെഗോഷ്യബിളും ആണ്. അല്ല ഫ്രണ്ടിലേക്കുള്ള അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ. ഇവിടെ നിന്ന് നമുക്ക് റോഡിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു 150 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഹൈവേയിലേക്ക് എത്തുന്നതിന്. ഇവിടെ നമുക്ക് ഇനി ഇതിൻ്റെ ടോപ്പിലേക്കുള്ള ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അയൺ സ്റ്റെയർ കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് വാട്ടർ ടാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആട്ടോ. അവിടെ മല ഫ്രണ്ടിൽ കാണുന്നുണ്ടോ? വീട്ടിൽ നിന്ന് ഫ്രണ്ടിൽ ഡയറക്റ്റായിട്ട് നമുക്ക് നല്ല മലയുടെ വ്യൂസ് ഉണ്ട്. ഈ ഒരു ഷീറ്റ് കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ടൈൽ പതിച്ച പോലെ നമുക്ക് കാണുന്നത്. നല്ല മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂസാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണാനായിട്ട് നല്ല അടിപൊളി വ്യൂസാണ്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ മുണ്ടൂർ ജംഗ്ഷൻ ചുങ്കൻ ജംഗ്ഷൻ 1 കിലോമീറ്റർ ആണെങ്കിൽ ഒലോക്കോട് നമ്മൾ നോക്കുമ്പോൾ 9 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പാലക്കാട് KSRTC നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ കല്ലടിക്കോട് നോക്കുമ്പോൾ 8 കിലോമീറ്റർ. നമ്മൾ മണ്ണാർക്കാട് നോക്കുകയാണെങ്കിൽ 29 കിലോമീറ്റർ. നമുക്ക് നിയറസ്റ്റ് ആയിട്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട്. ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഹൈവേ നോക്കുമ്പോൾ നമുക്ക് വെറും ഒരു 100-150 മീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 65 ലക്ഷം രൂപയാണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. എല്ലാവരുടെ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.